ട്രംപ് ഭരണകൂടം H-1B വിസ സമ്പ്രദായത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയിരിക്കുകയാണ്. മുമ്പ് നറുക്കെടുപ്പിലൂടെയായിരുന്നു വിസകൾ നൽകിയിരുന്നത്. എന്നാൽ ഇപ്പോൾ ശമ്പളത്തിന്റെ അടിസ്ഥാനത്തിൽ മുൻഗണന നൽകുന്ന രീതിയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് കാരണം തുടക്കക്കാർക്ക് വിസ ലഭിക്കാനുള്ള സാധ്യത ഗണ്യമായി കുറഞ്ഞിട്ടുണ്ട്. ന്യൂസ് വീക്ക് റിപ്പോർട്ട് അനുസരിച്ച് തുടക്കക്കാർക്ക് വിസ ലഭിക്കാനുള്ള അവസരം ഏകദേശം 50% വരെ കുറഞ്ഞിട്ടുണ്ട്. ഉയർന്ന ശമ്പളമുള്ള ജോലികൾക്ക് 4 തവണ വരെ അപേക്ഷിക്കാൻ അവസരം ലഭിക്കുമ്പോൾ കുറഞ്ഞ ശമ്പളമുള്ള ജോലികൾക്ക് 1 തവണ മാത്രമാണ് അവസരം ലഭിക്കുന്നത്. ഇതിനു പുറമെ ചില വിദേശ ഫയലിംഗുകൾ $1,00,000 ഫീസ് ഏർപ്പെടുത്തിയതും തുടക്കക്കാർക്ക് H-1B വിസ ലഭിക്കുന്നത് കൂടുതൽ ദുഷ്കരമാക്കിയിട്ടുണ്ട്. US സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസ് 2027 H-1B വിസയുടെ ആദ്യ രജിസ്ട്രേഷൻ വിൻഡോ തുറക്കുന്നതായി അറിയിച്ചിട്ടുണ്ട്. ജനുവരി 31 പുറത്തിറക്കിയ ഔദ്യോഗിക വാർത്താക്കുറിപ്പിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. മാർച്ച് 4 ഉച്ചയ്ക്ക് 12 മണിക്ക് രജിസ്ട്രേഷൻ ആരംഭിക്കും. മാർച്ച് 19 ഉച്ചയ്ക്ക് 12 മണിക്ക് ഇത് അവസാനിക്കും. ഈ സമയത്തിനുള്ളിൽ തൊഴിലുടമകളും അവരുടെ അംഗീകൃത പ്രതിനിധികളും USCIS അക്കൗണ്ട് വഴി ഓരോ H-1B തൊഴിലാളിയെയും ഓൺലൈനായി രജിസ്റ്റർ ചെയ്യണം. ഓരോ രജിസ്ട്രേഷനും $215 ഫീസ്. വാർഷിക H-1B വിസ പരിധിക്ക് കീഴിൽ തിരഞ്ഞെടുക്കപ്പെടുന്നതിന് ഈ വിൻഡോയിൽ സമർപ്പിക്കുന്ന രജിസ്ട്രേഷനുകൾ മാത്രമേ പരിഗണിക്കൂ എന്ന് USCIS വ്യക്തമാക്കിയിട്ടുണ്ട്. പുതിയ ശമ്പളത്തെ അടിസ്ഥാനമാക്കിയുള്ള തെരഞ്ഞെടുപ്പ് രീതി എങ്ങനെയാണെന്ന് നോക്കാം. ഈ രജിസ്ട്രേഷൻ കാലയളവിലാണ് USCIS പുതിയ ശമ്പള അടിസ്ഥാനമാക്കിയുള്ള തെരഞ്ഞെടുപ്പ് രീതി ആദ്യമായി നടപ്പിലാക്കുന്നത്. രജിസ്ട്രേഷനുകൾ വാർഷിക വിസ പരിധിക്ക് മുകളിലാണെങ്കിൽ ഈ രീതി ഉപയോഗിക്കും. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റിയുടെ പുതിയ നിയമങ്ങൾ അനുസരിച്ച് ഏജൻസി ഇനി മുതൽ നറുക്കെടുപ്പിനെ മാത്രം ആശ്രയിക്കില്ല. പകരം ഉയർന്ന ശമ്പളമുള്ള ജോലികൾക്കുള്ള അപേക്ഷകൾക്ക് കൂടുതൽ പരിഗണന നൽകും. ഉയർന്ന ശമ്പളമുള്ള സ്പെഷ്യാലിറ്റി റോളുകൾക്ക് മുൻഗണന നൽകുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. പഴയ സമ്പ്രദായത്തിൽ ഓരോ രജിസ്ട്രേഷനും തിരഞ്ഞെടുക്കപ്പെടാനുള്ള സാധ്യത ഏകദേശം 30% DHS കണക്കുകൾ പ്രകാരം പുതിയ വെയ്റ്റഡ് സിസ്റ്റം ഈ സാധ്യതകളെ പൂർണ്ണമായും മാറ്റുന്നുണ്ട്. DHSന്റെ മോഡൽ അനുസരിച്ച് വേജ് ലെവൽ 1 സമർപ്പിക്കലുകൾക്ക് തിരഞ്ഞെടുക്കപ്പെടാനുള്ള സാധ്യത കുറഞ്ഞിട്ടുണ്ട്. മേയർ ബ്രൗണിലെ പങ്കാളിയും മുൻ DHS ഉദ്യോഗസ്ഥനുമായ മോർഗൻ ബേലി ന്യൂസ് വീക്കിനോട് പറഞ്ഞു. പുതിയ മോഡൽ അനുസരിച്ച് വേജ് ലെവൽ 2 അല്ലെങ്കിൽ അതിൽ കൂടുതലുള്ള അപേക്ഷകൾക്ക് പഴയ അതേ സാധ്യതകളോ മെച്ചപ്പെട്ട അവസരങ്ങളോ ലഭിക്കും. അതേസമയം വേജ് ലെവൽ 1 അപേക്ഷകളുടെ സാധ്യത ഏകദേശം പകുതിയോളം കുറയാം. ലെവൽ 2 സമർപ്പിക്കലുകൾക്ക് 3%, ലെവൽ 3ക്ക് 55%, ലെവൽ 4 സമർപ്പിക്കലുകൾക്ക് 107%. എങ്ങനെ തിരഞ്ഞെടുപ്പ് സാധ്യത വർദ്ധിക്കുമെന്ന് DHS കണക്കാക്കുന്നു. $1,00,000 ഫീസ് സർവകലാശാലകൾ അല്ലെങ്കിൽ പൊതു ഏജൻസികൾക്കുള്ള H-1B ഫയലിംഗിന് സംസ്ഥാന തലത്തിലുള്ള പരിധികൾ, പ്രോസസിംഗ് കാലതാമസം അല്ലെങ്കിൽ കോടതി നടപടികൾ എന്നിവ പോലുള്ള തടസ്സങ്ങളെ ഇത് കണക്കിലെടുക്കുന്നില്ല. പുതിയ നിയമങ്ങൾ ഉണ്ടായിരുന്നിട്ടും വിസകളുടെ മൊത്തം എണ്ണം മാറ്റമില്ലാതെ തുടരുന്നു. വാർഷിക H-1B ക്യാപ്പ് ഇപ്പോഴും 65,000 വിസകളാണ്. കൂടാതെ US സർവകലാശാലകളിൽ നിന്ന് മാസ്റ്റേഴ്സ് ബിരുദമോ അതിൽ കൂടുതലോ നേടിയ അപേക്ഷകർക്കായി അധികമായി 20,000 വിസകൾ സംവരണം ചെയ്തിട്ടുണ്ട്. രജിസ്ട്രേഷൻ കാലയളവ് അവസാനിച്ചു കഴിഞ്ഞാൽ USCIS തെരഞ്ഞെടുപ്പ് പ്രക്രിയ നടത്തും. രജിസ്ട്രേഷനുകൾ തിരഞ്ഞെടുക്കപ്പെട്ട തൊഴിലുടമകളെ മാർച്ച് 31 അവരുടെ ഓൺലൈൻ USCIS അക്കൗണ്ടുകൾ വഴി അറിയിക്കും. തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ഏപ്രിൽ 1 മുതൽ പൂർണ്ണ H-1B ക്യാപ്പ് സബ്ജക്ട് ഹർജികൾ ഫയൽ ചെയ്യാൻ അനുമതി ലഭിക്കും. ഈ ഹർജികൾ നിയമപരമായ ഫയലിംഗ് വിൻഡോയിൽ സാധാരണയായി 90 ദിവസത്തിനുള്ളിൽ സമർപ്പിക്കണം. ഈ വർഷത്തെ H-1B രജിസ്ട്രേഷൻ വരുന്നത് ട്രംപ് ഭരണകൂടം വിസ പ്രോഗ്രാമിന് കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്ന സമയത്താണ്. തട്ടിപ്പുകൾ കുറയ്ക്കുന്നതിനും കമ്പനികൾ ഉയർന്ന ശമ്പളം നൽകാൻ പ്രോത്സാഹിപ്പിക്കുന്നതിനും ലക്ഷ്യമിട്ടുള്ള നിരവധി മാറ്റങ്ങൾ സർക്കാർ കൊണ്ടുവന്നിട്ടുണ്ട്. ഏറ്റവും വലിയ മാറ്റങ്ങളിലൊന്ന് സെപ്റ്റംബറിൽ ചില H-1B ഹർജികൾക്ക് $1,00,000 ഫീസ് ഏർപ്പെടുത്തിയതാണ്. ഈ ഉയർന്ന ഫീസ് വിദേശ തൊഴിലാളികളെ ആശ്രയിക്കുന്നത് കുറയ്ക്കാൻ ഉദ്ദേശിച്ചുള്ളതാണെന്ന് ഭരണകൂടം പറഞ്ഞിട്ടുണ്ട്.